ഹലോ, വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 50 ക്വസ്റ്റ്യൻസ് 5 പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് മുതൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ ഓഫ് വയർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരു കോയിലിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ബൈ ഡിക്രീസിങ് ദ കറണ്ട് ഇൻ ദ കോയിൽ, ബൈ റെഡ്യൂസിങ് ദ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ദ കോർ, ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. അപ്പം എങ്ങനെയാണ് ഒരു വയറിൻ്റെ ആ കോയിലിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ആ കോയിലിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ കോയിൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു BAN cos θ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൽ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് ടേണും, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും, θ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് കോയിൽ നോർമൽ ആണ്. ഓൾസോ ഇഫ് കോയിലിന് ഒരു കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ആ പറയുന്ന കോറിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നു പറയും. ശരിയാണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ നമ്മൾക്ക് കൂടും. ഡിക്രീസിങ് ദ കറണ്ട് ഇൻ ദ കോയിൽ പറയാൻ പറ്റില്ല. ഫ്ലക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒന്നും വരുന്നില്ല. എല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ഈച്ച് ടേൺ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇൻക്രീസ് ചെയ്താൽ ഓക്കെ ആണ്. ഡിക്രീസിങ് ദ കറണ്ട് നമുക്ക് വരില്ല, കാരണം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലക്സിന് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അതേപോലെ റെഡ്യൂസിങ് ദ മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് ദ കോർ, അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലക്സിന് റെഡ്യൂസ് ചെയ്യാൻ കാരണമാവും. ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ, വയറിന്റെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന്റെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കത് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻക്രീസ് ദ ഫ്ലക്സ്. ആക്ച്വലി അത് ഫ്ലക്സ് കുറയുമ്പോൾ അവിടെ കറണ്ട് കുറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഫ്ലക്സ് കുറയാണ് ചെയ്യുക. മൂന്നാമത്തെ കണ്ടീഷനിൽ റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ്, അല്ലാന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഈച്ച് ടേൺ കൂട്ടാം, അതേപോലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കൂട്ടാം. അതൊക്കെയാണ് നമുക്കത് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി. രണ്ടാമത്, ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ. രണ്ട് കോയിൽസിനിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 1 റെസിസ്റ്റൻസ്, 2 കപ്പാസിറ്റൻസ്, 3 ലെങ്ത്, 4 കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അല്ലെങ്കിൽ കപ്ലിംഗ് കോഎഫിഷ്യന്റ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് എന്ന് പറയുന്നത് M is equal to K into root of L1 L2 അല്ലേ. K ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. അപ്പോൾ K is equal to M by root of L1 L2 ആണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെയും ആ രണ്ട് കോയിൽസിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ്. അപ്പോൾ L1 L2 എന്ന് പറയുന്നത് ആ രണ്ട് കോയിൽസിന്റെയും സെൽഫ് ഇൻഡക്റ്റൻസും, K എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗും ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. സോ അതൊരിക്കലും ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ഓർ ലെങ്ത് ഡയറക്ട്ലി. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും റെസിസ്റ്റൻസിനോ കപ്പാസിറ്റൻസിനോ ലെങ്ത്തിനോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കപ്ലിംഗ് കോഎഫിഷ്യന്റ് Kനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സർക്കുലർ, ലീനിയർ, എലിപ്റ്റിക്കൽ, സ്പെറിക്കൽ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് സർക്കുലർ ആയിരിക്കും. നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ പഠിക്കുന്നുണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഫോംസ് കോൺസെൻട്രിക് സർക്കിൾസ് അറൌണ്ട് ദ വയർ അല്ലേ. വയറിനെ അക്രോസ് ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ടാണ് നമ്മൾക്ക് വരിക. അപ്പോൾ നമ്മളിങ്ങനെ വയർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്കത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് സർക്കുലർ ആയിരിക്കും. അടുത്തത്, an inductor is connected in series with a resistor in an AC circuit. ഒരു ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു AC സർക്യൂട്ടിൽ റെസിസ്റ്ററിന്റെ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. The phase difference between current and voltage across the resistor. ഈ പറയുന്ന വോൾട്ടേജിന്റെയും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ പറഞ്ഞ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളത് 0 ഡിഗ്രി
45 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. ആക്ച്വലി നമുക്ക് ഒരു എ സി സർക്യൂട്ട് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അതെന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, ലൈക്ക് കറണ്ടും വോൾട്ടേജും ഇൻഡക്ടറിൽ എങ്ങനെയാണ്, കപ്പാസിറ്ററിൽ എങ്ങനെയാണ്, റെസിസ്റ്ററിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റെസിസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന് അക്രോസ് ഉള്ള ഫേസ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻ ഫേസിലായിരിക്കും. അതായത് അവിടെ ലീഡോ ലാഗോ ഉണ്ടാവില്ല. ലീഡും ലാഗും ഉണ്ടാവുന്നത് ഇൻഡക്ടറിലും അതുപോലെ തന്നെ കപ്പാസിറ്ററിലുമാണ്. അതുകൊണ്ട് തന്നെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും, അത് 0 ഡിഗ്രി ആയിരിക്കും. Which material is commonly used for the core of an inductor or transformer due to its high permeability? ഏത് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫോമറിന്റെയോ ഇൻഡക്ടറിന്റെയോ കോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിന് ആ പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഹൈ പെർമിയബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്, കോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിക്കുന്നത്. അലുമിനിയം, കോപ്പർ, സിലിക്കൺ, അയൺ. ഏതാണത്? അയൺ ആണ് അല്ലേ? അയൺ ആണ് നമ്മൾ പൊതുവെ ഹൈ പെർമിയബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിലും ഇൻഡക്ടറിലൊക്കെ കോറായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത് കോർ ഓഫ് ആൻ ഇൻഡക്ടർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ വിത്ത് ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ആ ഒരു പെർട്ടിക്കുലർ കോറിന്റെ പ്രത്യേകത എന്തായിരിക്കണം, അതിൽ ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആയിരിക്കണം. ടു പ്രൊവൈഡ് an easy path of magnetic flux. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടെ മാഗ്നറ്റിക് ഫ്ലക്സിന് നല്ല രീതിയിൽ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിന് സഞ്ചരിക്കാനുള്ള ഒരു ഈസി പാത്ത് കൂടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അലുമിനിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടക്ടർ എന്ന് പറയുന്നത് അതൊരു കണ്ടക്ടറാണ്, അതൊരിക്കലും മാഗ്നറ്റിക് കോറിന് സ്യൂട്ടബിൾ അല്ല. പിന്നെ കോപ്പർ ആണ്. കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണ്. അത് നമ്മൾ വൈൻഡിങ്സിനാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക, അല്ലെ? കോപ്പർ വൈൻഡിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, അത് കോറല്ല. അതേപോലെ തന്നെ അടുത്തത് സിലിക്കൺ ആണ്. പിന്നെ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ആണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാഗ്നറ്റിക് കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ദോ സിലിക്കൺ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് ടു റെഡ്യൂസ് എഡി കറന്റ് ലോസ്. അങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അയൺ എന്ന് പറയുമ്പോൾ ഹൈ പെർമിയബിലിറ്റി ആണ്. വൈഡ്ലി നമ്മൾ കോഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അയൺ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? അത് അയൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ കണക്റ്റിംഗ് എ. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാം? ബൈ കണക്റ്റിംഗ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണോ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക? കപ്പാസിറ്റർ ഇൻ പാരലൽ ആണോ? ഇൻഡക്ടർ ഇൻ സീരീസ് ആണോ? റെസിസ്റ്റർ ഇൻ പാരലൽ ആണോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക? കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്യും, അല്ലേ? ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും, കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യും. ഗിവിങ് അവിടെ നമ്മൾക്ക് ലാഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് വരുന്ന പവർ ഫാക്ടർ എങ്ങനെയായിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിവൈസ് വേണം. അത് ഈ പറഞ്ഞ കറണ്ടിനെ ലീഡ് ചെയ്യണം. ആ കറണ്ട് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പണന്റ് ഏതാണ്? അത് കപ്പാസിറ്റർ ആണ്. ഇൻഡക്ടർ ലാഗ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ അവിടെ കറണ്ട് ലീഡ് ചെയ്യിക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കപ്പാസിറ്റർ ആണ് അവിടെ യൂസ് ചെയ്യുക. സപ്പോസ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, നോട്ട് ജനറലി യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ. ഒരു എ സി മെയിൻസിൽ അത് സീരീസ് ആയിട്ടുള്ള ആ കോമ്പിനേഷൻ ഒരിക്കലും നമ്മൾ പവർ ഫാക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, കപ്പാസിറ്റർ പാരലൽ എന്ന് പറയുമ്പോൾ അത് ഷണ്ട് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇതാണ് കോമൺലി യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ്. ഈ പറയുന്ന പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഷണ്ട് കപ്പാസിറ്റർ ആണ്. ഇൻഡക്ടറിന് സീരീസ് എടുക്കുന്ന സമയത്ത് അത് ഒന്നുകൂടെ ലാഗിങ് എഫക്റ്റ് ഉണ്ടാക്കുക ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. റെസിസ്റ്റർ പാരലൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പവർ വേസ്റ്റേജ് കൂടുതലായിരിക്കും. അപ്പോൾ അത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പവർ ഫാക്ടറിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ കറക്റ്റ് ആയിട്ട് പവർ ഫാക്ടറിനെ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷണ്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുക, അഥവാ കപ്പാസിറ്ററിൻ പാരലൽ കണക്ഷൻ ആണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the magnetic reluctance of a material is directly proportional to. ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? മാഗ്നറ്റിക് ഫ്ലക്സിനോടാണോ, ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്തിനോടാണോ, ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്കാണോ, അതോ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കാണോ? ഒരു മാഗ്നറ്റിക് റിലക്റ്റൻസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ആണ് വരിക. നമുക്ക് ഈ പറഞ്ഞ റിലക്റ്റൻസ് നമ്മുടെ ഇതേപോലെ തന്നെയുള്ള
മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും ഓൾമോസ്റ്റ് ഇതിന് ഒരേപോലെയുള്ള കോമ്പണൻസ് ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്നാണ് ഈ പറയുന്ന മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് റോനെ പോലെ തോന്നുന്നില്ലേ അല്ലേ? അപ്പോൾ ഏതാണ്ട് അതേ ഫോർമുല പോലെ തന്നെ തോന്നിക്കുന്ന കുറേ ഇക്വേഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് റിലക്റ്റൻസ് നോക്കാം. R is equal to L by mu A ആണ് വരിക. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ആണ്. mu എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റിലക്റ്റൻസ് എന്തിനോട് ഇതുണ്ടോ, റിലക്റ്റൻസ് ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റിലക്റ്റൻസ് മ്യൂനോട് അതായത് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയലിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് there is no direct proportionality to field or ഫ്ലക്സിനോടോ ഫീൽഡ് ഇന്റൻസിറ്റിയോടോ റിലക്റ്റൻസ് ഒരു രീതിയിലും പ്രൊപ്പോർഷണൽ ആവുന്നില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്തിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ പറയുന്ന മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ റെസിസ്റ്റൻസ് അല്ലേ പഠിക്കുന്നത്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഏതാണ്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഈ കാണുന്ന അതേപോലെ തന്നെയല്ലേ ഈ പറയുന്ന റിലക്റ്റൻസും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് magnetic reluctance of material is directly proportional to option B, length of the magnetic path ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a magnetic insulator? തന്നിരിക്കുന്നതിൽ മാഗ്നറ്റിക് ഇൻസുലേറ്റർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എയർ, ബി കോപ്പർ, സി അയൺ, ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ മാഗ്നറ്റിക് ഇൻസുലേറ്റർ ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഇൻസുലേറ്റർ ഓഫ് കോഴ്സ് അത് എയർ തന്നെയാണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ കോപ്പറും അയണൊക്കെ കണ്ടക്റ്റിംഗ് ആണ്. അപ്പം നമ്മൾക്ക് ഒരു മാഗ്നറ്റിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് മീൻസ് അവിടെ മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം, ദാറ്റ് ഡസ് നോട്ട് അലോ മാഗ്നറ്റിക് ഫ്ലക്സ് ടു പാസ് ഈസിലി. ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈസി ആയിട്ട് പാസ് ചെയ്യില്ല മാഗ്നറ്റിക് ഇൻസുലേറ്റർ. അതായത് ലോ പെർമിയബിലിറ്റി ആയിരിക്കും. പാസ് ചെയ്യില്ല പറഞ്ഞാൽ അർത്ഥം എന്താണ്, പെർമിയബിലിറ്റി, ലോ പെർമിയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ എയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹാസ് വെരി ലോ പെർമിയബിലിറ്റി ആണ്. അതായത് പെർമിയബിലിറ്റി അപ്രോക്സിമേറ്റ്ലി ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റിനോട് ഈക്വൽ ആയിരിക്കും ഈ പറയുന്ന എയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മാഗ്നറ്റിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, പക്ഷെ അതൊരിക്കലും മാഗ്നറ്റിക് മീഡിയത്തിന് അത് റിലവൻ്റ് അല്ല. അയണിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പെർമിയബിലിറ്റി ആണ്. സോ അതൊരു മാഗ്നറ്റിക് കണ്ടക്ടർ ആണ്, അതൊരിക്കലും ഇൻസുലേറ്റർ ആയിട്ട് അയണിന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓൾറെഡി എയർ ഫിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നൺ ഓഫ് ദ എബോവ് പറഞ്ഞുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മാഗ്നറ്റിക് ഇൻസുലേറ്റർ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എയർ ആണ് മാഗ്നറ്റിക് ഇൻസുലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ റിംഗ് ഷേപ്ഡ് കോയിൽ with mean diameter 200 mm containing 500 turns is wound on a wooden core and iron core of diameter 200 mm. The current is 5 ampere and the relative permeability of iron is 600. തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾക്ക് ഇൻഡക്റ്റൻസ് ഓഫ് വുഡൻ കോറും അയൺ കോറും അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അയണിന്റെ പെർമിയബിലിറ്റി വന്നിട്ടുണ്ട്, അയൺ കോറിന്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ റിംഗ് ഷേപ്ഡ് കോയിലിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്ര ടേൺസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, 500 ടേൺസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ടും തന്നിട്ടുണ്ട് 5 ആമ്പയർ. അപ്പോൾ ഇത്രയും ഡാറ്റാസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇൻഡക്റ്റൻസ് ഓഫ് വുഡൻ കോർ ആൻഡ് അയൺ കോർ ആണ് നമ്മൾ അതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1:3, 1:600, 2:5, 2:600 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ആൻസർ വരുന്നത് 1:600 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അതിന്റെ ഇക്വേഷൻ L is equal to mu n square A by L ആണ്. L is equal to mu n square A by L. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും, L എന്ന് പറയുന്നത് മീൻ ലെങ്ത് ഓഫ് ദ കോയിലും ആണ്. mu എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ കോർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു mu r into mu naught ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആസ് ഫോർ റേഷ്യോ ഓഫ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ സെയിം കോയിൽ. ഈ സെയിം കോയിൽ വുഡൻ കോറിലാണെങ്കിലും അയൺ കോറിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും അതിന്റെ ഇൻഡക്റ്റൻസ് എന്നുള്ളതിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. അപ്പോൾ വുഡൻ കോറിലാണെന്നുണ്ടെങ്കിൽ mu r എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് അയൺ കോറിന്റെ പെർമിയബിലിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്, mu r is equal to 600 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കി എഴുതാം. നമുക്ക് ആകെ ഇൻഡക്റ്റൻസും പെർമിയബിലിറ്റി തമ്മിലുള്ള റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ L എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു mu എന്നുള്ള രീതിക്കാണ് അവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പൊ L പ്രൊപ്പോർഷണൽ ടു mu ആണെന്നുണ്ടെങ്കിൽ L വുഡ് ഡിവൈഡഡ് ബൈ L അയൺ എന്ന് പറയുന്നത് mu വുഡ് ഡിവൈഡഡ് ബൈ mu അയൺ ആയിരിക്കുമല്ലോ.
അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് എഴുതാം. മ്യൂ വുഡ് എന്ന് പറയുന്നത് മ്യൂ നോട്ട് മാത്രമേ വരുള്ളൂ. മ്യൂ നോട്ട് ഇൻറ്റു മ്യൂ ആർ എന്ന് പറയുന്നത് അവിടെ 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അയൺ ആണെന്നുണ്ടെങ്കിൽ മ്യൂ നോട്ട് ഇൻറ്റു മ്യൂ ആർ എന്ന് പറയുന്നത് 600. അപ്പോൾ ഇതൊന്ന് മ്യൂ നോട്ട് ക്യാൻസൽ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 1/600. അതായത് ഇതിന്റെ റേഷ്യോ 1:600 ആണ് വരിക. സോ ദ റേഷ്യോ ഈസ് 1:600. ദ കറണ്ട് വാല്യൂ ആൻഡ് ദ കോയിൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന റേഷ്യോയിലൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആകെ ഈ പറഞ്ഞ പെർമിയബിലിറ്റി മാത്രം നമുക്ക് എടുത്താൽ മതിയോ, ബാക്കിയുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇത് കാരണം നമുക്ക് പെർമിയബിലിറ്റി മാത്രമാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്, സോറി ഇൻഡക്റ്റൻസ് മാത്രമാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിൽ മ്യൂവിൻ്റെ വാല്യൂ തന്നെ നമുക്ക് ധാരാളമാണ്. പിന്നെ ഈ പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, ലെങ്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഏതാണ്ട് ഈക്വൽ ആണ് രണ്ട് കോറിന്. പിന്നെ അത് എന്തായാലും സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് എന്താ റേഷ്യോ വരെ 1:600 ആണ് റേഷ്യോ വരുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ. What is the flux density at a point 60 mm in air from a long straight current carrying straight conductor carrying a current of 500 ampere? അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ചോദിക്കുന്നത്. അറ്റ് എ പോയിന്റ് 60 mm in air ആണ്, ഫ്രം എ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ട് 500 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 1.3 × 10⁻³ ടെസ്ല, 13.3 ടെസ്ല, 1.67 × 10⁻³ ടെസ്ല, 2 ടെസ്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് 1.67 × 10⁻³ ടെസ്ലയാണ്. നമുക്ക് എങ്ങനെ ആൻസർ കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, we can calculate the magnetic flux density B around a long straight conductor പറയുന്നത് ആംബിയർസ് ലോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ B is equal to μ0I/2πr ആണ്. എന്താണ് μ0I/2πr ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ μ0 എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ് നമുക്കറിയാം. അത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. I എന്ന് പറയുന്നത് 500 ആംപിയർ ആണ് കറണ്ട് തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് 60 mm ആണ് തന്നിട്ടുണ്ട്. അത് വിച്ച് ഈസ് ഈക്വൽ ടു 0.06 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ B is equal to 4π × 10⁻⁷ × 500 ഡിവൈഡഡ് ബൈ 2π × 0.06. അപ്പോൾ അതിൽ സിംപ്ലിഫൈ ചെയ്ത് പോകുന്ന സമയത്ത് ഈ പൈ രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് 2 വരും, ഇത് 0.03 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഫൈനലി ഇതേ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾക്ക് ഉത്തരം കിട്ടുക. ഏതാണ്ട് 1.66 × 10⁻³ ടെസ്ല കിട്ടും. അതായത് ഇതിപ്പോൾ 500 മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ 500 ഡിവൈഡ് ബൈ 3/100 എന്ന് എഴുതാം. അപ്പോൾ ×100 × 10⁻⁷ ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ 1 3s are 3, ഒരു 20 കിട്ടും, 6 18 കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. 1.6666 കൊണ്ട് നമ്മൾക്ക് കിട്ടും. 1.66 ആയിരിക്കില്ല, അത് 166 കിട്ടും. ഈ 166 × 100ഉം ഈ 10⁻⁷ ഒക്കെ കൂടെ ചെയ്യുന്ന സമയത്ത് 1.66 × 10⁻³ ടെസ്ല എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ലോസ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ആംബിയർ സർക്യൂട്ട് ലോ, അതുപോലെ നമ്മളുടെ റിലക്റ്റൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതൊക്കെയാണ് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് കണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പ്രോബ്ലംസും ഇതുപോലെയുള്ള പെട്ടെന്ന് കട്ട് ഷോർട്ട് ചെയ്യുന്ന പോലെയുള്ള നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സ്പീഡപ്പ് ആവും നിങ്ങൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.